ആസിഫ് അലി, അമല പോൾ, ഷറഫുദ്ദീൻ തുടങ്ങിയ ഒരു കേന്ദ്ര കഥാപാത്രത്തിന്റെ ഏറ്റവും പുതിയ മലയാള ചിത്രമാണ് റെബൽ ക്രോസ് എന്ന് പറയുന്ന ചിത്രം. ഇന്നലെ റിലീസ് ചെയ്ത ചിത്രത്തിന് മികച്ച അഭിപ്രായം നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോഴത്തെ ചിത്രത്തിന്റെ ആദ്യ കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടൊക്കെ പുറത്തു വന്നിരിക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കാൻ പോകുന്ന ഈ ഒരു അപ്ഡേറ്റ് ആണ്. അപ്പോൾ വീഡിയോ ഇട്ട് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ചാനൽ കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ പുത്തൻ പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. ആസിഫ് അലി, അമല പോൾ, ഷറഫുദ്ദീൻ തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രമാക്കി അർഫ സാഹിബാണ് ഈ സിനിമ ഡയറക്ട് ചെയ്തിട്ടുള്ളത്. ജിത്തു ജോസഫിന്റെ ശിഷ്യനായിട്ടുള്ള ഈ ഇദ്ദേഹത്തിൽ നിന്നും വലിയൊരു പ്രതീക്ഷ നൽകുന്ന ഒരു ട്രെയിലറും ടീച്ചറും തന്നെ ലെവൽ ക്രോസ് എന്ന് പറയുന്ന സിനിമയുടെ റിലീസിന് മുമ്പ് തന്നെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ ചിത്രം ആദ്യം നല്ലൊരു കളക്ഷൻ തന്നെ കേരള ബോക്സ് ഓഫീസിൽ സ്വന്തമാക്കിയിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിച്ചിരിക്കുക. എന്തൊക്കെയാണ് ചിത്രം ആദ്യ കളക്ഷൻ റിപ്പോർട്ട് പുറത്തുവരുമ്പോൾ ഏകദേശം 50 ലക്ഷത്തിന് മുകളിൽ ചിത്രം ആദ്യം സ്വന്തമാക്കിയെന്നാണ് അറിയാൻ സാധിച്ചിരിക്കുക. രണ്ടാം ദിനമായി ഇന്ന് ചിത്രത്തിന് മികച്ച ഒരു ബുക്കിംഗ് തന്നെ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇന്നത്തെ കളക്ഷൻ ഏകദേശം 75 മുതൽ 80 ലക്ഷം വരെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചിരിക്കുക. എന്തൊക്കെയാണ് നമുക്ക് നാളെ രാവിലെയോടുകൂടി മാത്രമേ ഇന്നത്തെ ഒഫീഷ്യൽ ആയിട്ടുള്ള കളക്ഷൻ റിപ്പോർട്ട് അറിയാൻ സാധിക്കുന്നത്. നാളെ നല്ലൊരു ബുക്കിംഗ് തന്നെ ചിത്രത്തിന് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് ഇപ്പോഴും തരംഗമായിട്ട് മാറുന്ന ദേവദൂതൻ എന്ന് പറയുന്ന സിനിമയാണ്. അതുകൊണ്ട് തന്നെ ഫാമിലിയുടെ ഫസ്റ്റ് ചോയ്സ് ആയിട്ട് ഈ ഒരു സിനിമ മാറുമെന്ന് കണ്ടു തന്നെ വരണം. അപ്പോൾ ലെവൽ ക്രോസ് എന്ന് പറയുന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ച് നിങ്ങളുടെ വലിയ അഭിപ്രായം കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. അടുപ്പിന് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുത്തൻ പുതിയ സിനിമാ വിശേഷങ്ങൾക്കും OTT അപ്ഡേറ്റ്സുകൾക്കും ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകൾക്കുമായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക.